വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ബിഗിനേഴ്സിന് പറ്റിയ അഫോർഡബിൾ റേറ്റിലുള്ള ഒരു മേക്കപ്പ് പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ആണ്. റിവ്യൂയിലേക്ക് കിടക്കുന്നതിന് മുൻപ് നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാനും പറ്റും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഇത് BAEയുടെ ഒരു കൺസീലർ സ്റ്റിക്കാണ്. ഇത് കൺസീലറായിട്ട് മാത്രമല്ല ഫൗണ്ടേഷനായിട്ട് യൂസ് ചെയ്യാം. ഇതിലെ ഗ്രീൻ ആൻഡ് ഓറഞ്ച് ഷെയ്ഡ്സ് കളർ കറക്റ്ററായിട്ട് യൂസ് ചെയ്യാം. അതുപോലെ ഇതിലെ ഡാർക്കർ ഷെയ്ഡ് കോണ്ടോർ സ്റ്റിക്കായിട്ടും യൂസ് ചെയ്യാം. ഇതിൻ്റെ പാക്കേജിംഗ് എന്ന് പറയുന്നത് ഒരു സ്റ്റിക്ക് ഫോമിലാണ്. ലിപ്സ്റ്റിക്കിൻ്റെ ഒക്കെ പോലെ ഒരു പാക്കേജിംഗ് ആണ് ഇതിന്. ഇത്രയുമാണ് ഇതിൻ്റെ പ്രോഡക്റ്റ് ഉള്ളത്. ഇത് ഞാൻ വാങ്ങിയത് purple.com നിന്നായിരുന്നു. ഇതിൻ്റെ പ്രൈസ് 95 rupees ആയിരുന്നു. ഇതിന് 20 ഷെയ്ഡ്സ് ആണുള്ളത്. എൻ്റെ കയ്യിൽ ഇതിൻ്റെ 2 ഷെയ്ഡ്സ് മാത്രമേ ഉള്ളൂ. അതുപോലെ ഇതിനൊരു ക്രീമി കൺസിസ്റ്റൻസി ആണുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ബ്ലെൻഡ് ചെയ്യാനും ഈസിയാണ്. ഇത് നമുക്ക് കൺസീലർ ആയിട്ട് യൂസ് ചെയ്യാം. മുഖത്ത് ഡാർക്ക് സ്പോട്ട് ഉണ്ടെങ്കിൽ അവിടെ, അതുപോലെ കണ്ണിന് താഴെയൊക്കെ യൂസ് ചെയ്യാം. ഇതിലെ ഡാർക്ക് ആയിട്ടുള്ള ഷെയ്ഡ് എടുത്ത് കോണ്ടോർ ചെയ്യുന്നതിന് യൂസ് ചെയ്യാം. നമുക്ക് മൂക്കൊന്ന് ചെറുതായി കാണിക്കാൻ, അതുപോലെ വലിയ കവിളുള്ളവർക്ക്, ഒരുപാട് നെറ്റി കയറിയവർക്ക് കോണ്ടോർ ചെയ്യുന്നതിനും ഇത് യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് റെഡ് കളർ ആയിട്ടുള്ള പിമ്പിൾസ് ആണെങ്കിൽ ഗ്രീൻ കളറുള്ള ഷെയ്ഡ് യൂസ് ചെയ്ത് അത് ഹൈഡ് ചെയ്യാം. അതിനുശേഷം ഒരു കൺസീലർ ഉപയോഗിക്കാം. അങ്ങനെയാകുമ്പോൾ ഒട്ടും തന്നെ ആ ഒരു റെഡ്നെസ് ഉണ്ടാകില്ല. അതുപോലെ മുഖത്തെ ഡാർക്ക് സ്പോട്ട്, കണ്ണിന് താഴെയുള്ള കറുപ്പ്, പിഗ്മെൻറ്റേഷൻ അങ്ങനെയുള്ളതൊക്കെ ഹൈഡ് ചെയ്യാനായിട്ട് ഈ ഓറഞ്ച് ഷെയ്ഡ് യൂസ് ചെയ്യാം. അതിനുശേഷം കൺസീലർ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ ഡാർക്ക് സ്പോട്ട് ഒട്ടും തന്നെ അറിയില്ല. അപ്പോൾ ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക്, അതുപോലെ മേക്കപ്പ് ചെയ്യാൻ ഇഷ്ടമാണ് എന്നാൽ ഒരുപാട് ക്യാഷ് കൊടുത്ത് പ്രോഡക്റ്റ്സ് വാങ്ങി മേക്കപ്പ് ചെയ്യാനും താല്പര്യമില്ല, അങ്ങനെയുള്ളവർക്ക് നല്ലൊരു പ്രോഡക്റ്റാണിത്. ഒട്ടും എക്സ്പെൻസീവുമല്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. അതുവരെ ബൈ.